അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 10ഓളം ഉസ്താദുമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്ക വിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ, ചരിത്രങ്ങൾ, തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ, ഫിഖ്ഹിയായ മസ്അലകൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്ക വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദുമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന 5-8 പേര്, പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത്. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഇതൊരു സ്വാലിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആൻ സ്ഥിരമായി ഓതുന്നതിനെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും മുമ്പ് 2 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്പം കൂടി വിശദമായി പറയാം. ഒരു ഹദീസ്, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വെളിയിൽ വന്നപ്പോൾ ഞങ്ങൾ സുഫയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദിവസവും രാവിലെ ബുത്ഹാൻ ചന്തയിൽ അല്ലെങ്കിൽ അഖീഖ് ചന്തയിൽ പോയി യാതൊരു പാപകർമ്മങ്ങളിലും ഏർപ്പെടാതെയും ബന്ധുത്വത്തെ അകറ്റാതെയും 2 ഉയർന്ന തരം പെണ്ണൊട്ടകങ്ങളെയും കരസ്ഥമാക്കി വരുന്നത് നിങ്ങളിൽ ആരാണ് പ്രിയപ്പെടുന്നത് എന്ന് തങ്ങൾ ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ, അത് ഞങ്ങളെല്ലാം പ്രിയപ്പെടുന്നു എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരുവൻ പള്ളിയിൽ പോയി അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും 2 ആയത്തുകൾ പഠിപ്പിക്കുകയോ അത് ഓതുകയോ ചെയ്യുന്നത് അവന് 2 പെണ്ണൊട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. 3 ആയത്ത് 3 പെണ്ണൊട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. 4 ആയത്ത് 4 പെണ്ണൊട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. ഇപ്രകാരം ആയത്തുകളുടെ എണ്ണത്തിന് തുല്യമായ ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നതാണ്. ഈ സുഫ എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബവിയിലുള്ള ഒരു തിണ്ണയാണ്. അത് സാധുക്കളായ സഹാബാക്കളുടെയും മുഹാജിറുകളുടെയും ഇരിപ്പിടമായിരുന്നു. സുഫയിൽ താമസിച്ചിരുന്ന സഹാബാക്കളുടെ എണ്ണം പല സമയങ്ങളിലും പല വിധത്തിലായിരുന്നു. അല്ലാമ സുയൂത്തി റളിയല്ലാഹു അൻഹു അവരുടെ 101 പേരുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുകൾ വിവരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബുത്ഹാനും അഖീഖും മദീനയ്ക്കടുത്തുള്ള 2 ഒട്ടക ചന്തകളാണ്. അറബികൾക്ക് വളരെ പ്രിയങ്കരമായ സമ്പത്താണ് ഒട്ടകം. അതിലും പ്രത്യേകിച്ച് പിടലി കൊഴുത്ത പെണ്ണൊട്ടകം. യാതൊരു പാപകർമ്മങ്ങളിലും ഏർപ്പെടാതെ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉദ്ദേശം പരിശ്രമം കൂടാതെ കരസ്ഥമാക്കുന്ന വസ്തുക്കളിലധികവും ഒന്നുകിൽ ആരിൽ നിന്നെങ്കിലും പിടിച്ചു പറിച്ചെടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളോ മറ്റോ കൈയടക്കി വെക്കുന്നതായിരിക്കും, അതുമല്ലെങ്കിൽ ആരുടെയെങ്കിലും ധനം മോഷ്ടിച്ചെടുക്കുന്നതായിരിക്കും.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെല്ലാം നിരാകരിച്ചത്. യാതൊരു ബുദ്ധിമുട്ട് കൂടാതെയും പാപകർമ്മങ്ങളിലൊന്നും ഏർപ്പെടാതെയും ഇത്രയും ധനം കരഗതമാക്കുക എന്നത് എത്രത്തോളം പ്രിയങ്കരമായതാണ്. എന്നാൽ ചില ആയത്തുകൾ പഠിക്കുക എന്നത് അതിനേക്കാളും വളരെ കൂടുതൽ ശ്രേഷ്ഠമായതാണ്. 1-2 ഒട്ടകങ്ങളെപ്പറ്റി എന്തു പറയാൻ? ഈ ഭൂമിയുടെ എല്ലാം അധികാരം തന്നെ ഒരുവന് കിട്ടിയാലും ഇന്നല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം മരണം അവനെ നിർബന്ധമായും അതിൽ നിന്നും വേർപ്പെടുത്തും എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ഒരു ആയത്തിൻ്റെ ഫലം എന്നേക്കുമായി അവൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ നോക്കുക. നിങ്ങളൊരാൾക്ക് 1 രൂപ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര സന്തോഷമുണ്ടാകും. നേരെ മറിച്ച് 1000 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ പക്കൽ വെച്ചേക്കുക, അല്പം കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അമാനത്ത് സൂക്ഷിക്കുന്ന ഭാരമല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ലല്ലോ. യഥാർത്ഥത്തിൽ നശ്വരവും അനശ്വരവുമായ വസ്തുക്കളെ തുലനം ചെയ്യുന്നതിലേക്കുള്ള ഒരു ഉണർത്തലും ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. അതായത് മനുഷ്യൻ അവൻ്റെ അനക്കങ്ങളെക്കുറിച്ചും അടക്കങ്ങളെക്കുറിച്ചും ചിന്തിച്ചു നോക്കട്ടെ. നശ്വരമായ വസ്തുക്കളിൽ അതിനെ അവൻ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണോ, അതല്ല ഒരിക്കലും നശിക്കാത്ത വസ്തുക്കളിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്നാൽ ഏറ്റവും ഖേദകരമായ കാര്യം ആ സമയങ്ങളെ തീരാ ദുഃഖത്തിന് ഇടവരുത്തുന്ന കാര്യങ്ങളിൽ അവൻ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മേൽപ്പറഞ്ഞ ഹദീസിൻ്റെ അവസാനത്തിൽ ആയത്തുകളുടെ എണ്ണത്തിന് തുല്യമായ ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് 3 ഉദ്ദേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്നാമത്തേത് 4 വരെയുള്ള എണ്ണം വിവരണമായി പറയുകയും അതിന് മുകളിലുള്ളത് പൊതുവിൽ പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ എത്ര ആയത്തുകൾ കരസ്ഥമാക്കുന്നുവോ അതിന് തുല്യമായ ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്നതാണ്. ഈ രൂപത്തിൽ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ആൺ പെൺ എന്ന് വേർതിരിവില്ലാതെ അതിൻ്റെ വർഗത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ 4 വരെയും വ്യക്തമായി പറഞ്ഞതുകൊണ്ട് 4-നേക്കാൾ കൂടുതൽ ഉള്ളതിന് അത് വിവരണവും കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, എണ്ണം മുകളിൽ പറയപ്പെട്ട 4 തന്നെയാണ്. എന്നാൽ മനുഷ്യരുടെ ആശകൾ വ്യത്യസ്തങ്ങളാണ്. ചിലർക്ക് പ്രിയപ്പെട്ടത് പെണ്ണൊട്ടകങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് ആണൊട്ടകങ്ങളായിരിക്കും പ്രിയപ്പെട്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഓരോ ആയത്തും ഓരോ പെണ്ണൊട്ടകങ്ങളെക്കാൾ ശ്രേഷ്ഠമായതാണ്. ഇനി ആർക്കെങ്കിലും ആണൊട്ടകമാണ് പ്രിയപ്പെട്ടതെങ്കിൽ ഓരോ ആയത്തും ഓരോ ആണൊട്ടകങ്ങളെക്കാളും ശ്രേഷ്ഠമായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തേത് വിവരണമായി പറഞ്ഞത് മുകളിൽ പറയപ്പെട്ട 4 തന്നെയാണ്, അതിനേക്കാൾ കൂടുതലില്ല എങ്കിലും രണ്ടാമത്തെ ഉദ്ദേശത്തിൽ പറയപ്പെട്ടതുപോലെ ഒരു പെണ്ണൊട്ടകത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് അല്ലെങ്കിൽ ഒരു ആണൊട്ടകത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്നല്ല ഉദ്ദേശം. മറിച്ച് അത് രണ്ടും കൂടി ചേർന്നതാണ് ഉദ്ദേശം. അതായത് ഒരായത്ത് ഒരു ആണൊട്ടകവും ഒരു പെണ്ണൊട്ടകവും കൂടി ചേർന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. ഇതേ നിലയിൽ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് ഓരോ ആയത്തും ഒരു ആണൊട്ടകവും ഒരു പെണ്ണൊട്ടകവും ചേർന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. അപ്പോൾ ഒരായത്ത് ആൺ പെൺ ഒട്ടകങ്ങൾ രണ്ടും കൂടി ചേർന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. അതായത് ഇതിൽ മഹത്വം കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഉദ്ദേശം ഒരായത്തിൻ്റെ പ്രതിഫലം ഒരൊട്ടകത്തോടോ രണ്ടൊട്ടകത്തോടോ തുല്യമായിരിക്കുമെന്നല്ല. മറിച്ച് ഇതൊരു ഉണർത്തലിന് വേണ്ടിയും ഉദാഹരണത്തിന് വേണ്ടിയും മാത്രം പറഞ്ഞതാണ്. കാരണം ഒരായത്തിൻ്റെ പ്രതിഫലം സദാ നിലനിൽക്കുന്നതും എന്നേക്കുള്ളതും നശ്വരമായ ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാധികാരത്തെക്കാളും ശ്രേഷ്ഠവുമാണ് എന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. മുല്ല അലിയുൽ കാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതിയിരിക്കുന്നു, ഒരു മഹാൻ ഹജ്ജിന് പോകുമ്പോൾ കപ്പലിൽ നിന്ന് ഇറങ്ങിയാൽ ജിദ്ദയിൽ താമസിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ കച്ചവടക്കാരായ ചില സ്നേഹിതന്മാർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വരവിനാലുള്ള ബർക്കത്ത് കൊണ്ട് അവരുടെ ധനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് കച്ചവട ലാഭത്തിൽ നിന്നും എന്തെങ്കിലും പ്രയോജനമുണ്ടാകണമെന്നുമായിരുന്നു അവരുടെ ഉദ്ദേശം. ആദ്യം അദ്ദേഹം ഒഴിവ് പറഞ്ഞെങ്കിലും അവർ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് കച്ചവട മുതലിൽ ഏറ്റവും കൂടുതൽ എന്ത് ലാഭം കിട്ടും? അവർ പറഞ്ഞു, അത് വ്യത്യസ്ത രീതിയിലാണ്. ഏറ്റവും കൂടുതൽ 1ന് ഇരട്ടി ലാഭം കിട്ടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്ര കുറഞ്ഞ ലാഭത്തിന് വേണ്ടിയാണോ നാം ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? ഇത്രയും കാര്യത്തിന് വേണ്ടി 1ന് 1 ലക്ഷം വീതം ലഭിക്കുന്ന
ഹറം ഷരീഫിലെ നമസ്കാരം നാം എങ്ങനെ ഉപേക്ഷിക്കാനാണ്? യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ വളരെ ഗഹനമായി ചിന്തിക്കേണ്ട സ്ഥാനമാണിത്. അതായത് അല്പമായ ഭൗതിക സുഖത്തിൻ്റെ പേരിൽ എത്രമാത്രം വലിയ ദീനിയായ നേട്ടങ്ങളെയാണ് നാം ത്യജിച്ച് കളയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നൊരു ഹദീസ് ഇങ്ങനെയാണ്: ഖുർആനിൽ സാമർത്ഥ്യം നേടിയവർ പുണ്യവാന്മാരും ആദരണീയരും എഴുത്തുകാരിൽ മേധാവികളുമായ മലക്കുകളുടെ കൂട്ടത്തിലായിരിക്കും. മലക്കുകളെ വളരെ ബുദ്ധിമുട്ടിയവനായി ഖുർആൻ ഷരീഫ് വിക്കി ഓതുന്നവന് 2 പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. ഖുർആനിൽ നൈപുണ്യം നേടിയവൻ, എന്നാൽ അത് മനഃപ്പാഠമാക്കുകയും നല്ല രീതിയിൽ ഓതുകയും ചെയ്യുന്നവനാണ്. അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും കൂടി മനസ്സിലാക്കാൻ കഴിവുള്ളവനാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്നതാണ്. മലക്കുകളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവർ ഖുർആൻ ഷരീഫിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തുന്നവരാണ്. ഇവനും അത് പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2 കൂട്ടരും ഒരേ രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മഹ്ശറയിൽ അവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ചേരുന്നതാണ് എന്നും ഉദ്ദേശിക്കാം. വിക്കി ഓതുന്നവന് 2 പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉദ്ദേശം ഒന്ന് അവൻ്റെ ഓതലിൻ്റെയും മറ്റേത് പല പ്രാവശ്യം വിക്കി ഓതുന്നതിനാൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടിൻ്റെതുമാണ്. എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം ഖുർആനിൽ നൈപുണ്യം നേടിയവനേക്കാൾ ഇവൻ മേലെയായിരിക്കും എന്നല്ല. അവൻ പ്രത്യേകമായ മലക്കുകളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് പറയപ്പെട്ടിരിക്കുന്ന മഹത്വം ഇതിനേക്കാളെല്ലാം വളരെ വലുതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വിക്കി ഓതുന്നതിനാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടിന് പ്രത്യേകമായ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാരണത്തിൻ്റെ പേരിൽ ആരും ഖുർആൻ ഓതുന്നതിനെ ഉപേക്ഷിച്ച് കളയാൻ പാടില്ലാത്തതാണ്. മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, തൊബ്രാനി റളിയല്ലാഹു അൻഹു, ബൈഹഖി റളിയല്ലാഹു അൻഹു എന്നിവയുടെ റിവായത്തായി താഴെ കാണും പ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഒരുവൻ പാഠമില്ലാതിരിക്കുന്ന നിലയിൽ ഖുർആൻ ഷരീഫ് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. ഒരുവൻ ഖുർആൻ പാഠമാക്കുന്നതിന് ആശിക്കുന്നുവെങ്കിലും അവനത് പാഠമാക്കാൻ കഴിയുന്നില്ല, എന്നാൽ അവൻ ഓതിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ കൂട്ടത്തിൽ അവനെ യാത്രയാക്കുന്നതാണ്. അല്ലാഹു ഖുർആനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും രാവിലും പകലിലും ഖുർആൻ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.